സോ അതല്ലാതെ മാരാർ എന്ന് പറയുന്ന ഒരു പേര് കൊണ്ട് ജാതിയാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചതെങ്കിൽ മാരാറെ ആ ഒരു ജാതിപ്പെട്ട ആൾക്കാർ മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ജനങ്ങൾ മണ്ടനൊന്നുമല്ല ഇത് കാണുന്നത്, പേരിലല്ല പ്രവൃത്തിയിലാണ് കാര്യം. പ്രവൃത്തി കൊണ്ട് പുള്ളി ഓൾറെഡി തെളിയിച്ച് കഴിഞ്ഞു. പുള്ളിയുടെ പേരിലുള്ള മാരാർ എന്താണ് എന്ന് പുള്ളി ഓൾറെഡി തെളിയിച്ച് കഴിഞ്ഞ കാര്യമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കാസ്റ്റും റിലീജിയനും ഒന്നും നോക്കാതെ എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും അഖിൽ മാരാറെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. ഈ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെ പ്രതികരിച്ച് അഖിൽ മാരാർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു പോസ്റ്റ് കണ്ടു നോക്കാം എന്താണെന്ന്. ഓക്കെ, പോസ്റ്റ് ഇങ്ങനെയായിരുന്നു, ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. എൻ്റെ പേരിലെ ജാതി എന്നിലെ സവർണ മനോഭാവ സൃഷ്ടിയാണെന്നും അതിൻ്റെ പ്രിവിലേജ് കൊണ്ട് നടക്കുന്ന ആളാണെന്നും പറഞ്ഞ് മീഡിയ വണ്ണിൻ്റെ ഒരു ചർച്ച എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും മനുഷ്യനെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കാൻ വെമ്പുന്ന 3 വിഷജന്തുക്കളുടെ ഛർദിൽ മാത്രമായിട്ട് ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ. എൻ്റെ അസാന്നിധ്യത്തിൽ എന്നെക്കുറിച്ച് ഇവർ നടത്തിയ ചർച്ച അതിൽ പ്രതിപാദിച്ച വിഷയത്തിൻ്റെ ഗൗരവം മാത്രമാണ് ഈ മറുപടിക്ക് കാരണം. മാരാറെ അളക്കാനുള്ള ടേപ്പ് ഈ 3 എണ്ണത്തിൻ്റെയും കയ്യിലില്ല. അതുകൊണ്ട് ഫോക്കസ് ഔട്ടിൽ നിന്ന് ഫോക്കസിലേക്ക് വരാനുള്ള ഭാഗ്യം പടച്ചോൻ നിങ്ങൾക്ക് നൽകട്ടെ. 1. സവർണ ഫാസിസ്റ്റായ ഞാൻ 3 വർഷം താമസിച്ച തെളുത്ത് കോളനി. അതിൻ്റെ പുള്ളി വെക്കുന്നുണ്ട്, ഞാൻ ഇവിടെ കാണിച്ചു തരാം. കോട്ടാത്തലയിൽ NSSും KPMSും തമ്മിൽ നടന്ന ക്ഷേത്രഭൂമി കേസിൽ ഞാൻ ആർക്കൊപ്പം നിന്നു എന്ന് തിരക്കുക. ഓക്കെ. 3. കോൺഗ്രസിൽ നിന്ന് മാറി വിമതനായി മത്സരിക്കാനുള്ള കാരണം അന്വേഷിക്കുക. ഈ കാരണങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഒരു വീഡിയോയും കൂടെ ഔട്ട് ഓഫ് ഫോക്കസിലെ ടീംസ് ചെയ്തിരുന്നത് വളരെ നല്ല കാര്യമായേനെ. പിന്നെ ഒരു കാര്യമോടെ പുള്ളി താഴെ പറയുന്നുണ്ട്, അല്ല ഇതാരോടാ പറയുന്നത്, വിളിക്ക് വിളി കേൾക്കാൻ നിൽക്കുന്ന 3 പേരോടോ. അയ്യോ, ഇജാതി ഊക്കൊക്കെ എരന്ന് മേടിക്കാനും വേണം ഒരു കഴിവൊക്കെ. ഇതിൽ കൂടുതൽ നമ്മളൊക്കെ എന്തോ പറയാനാ. പുള്ളി തന്നെ കൃത്യം മറുപടി കൊടുത്തിട്ടുണ്ട്. സോ വ്യക്തമാണ്, ആളുകൾക്കും വ്യക്തമാണ്, എല്ലാവർക്കും വ്യക്തമാണ്. പിന്നെ ഈ ചാനലുകാർക്ക് മാത്രം എന്താണ് ഇത്ര കടി അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ലൈം ലൈറ്റിൽ പിടിച്ച് നിൽക്കുന്ന ഒരാളെ പിടിച്ച് ചൊറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റീച്ചും കാര്യങ്ങളും കിട്ടും എന്നുള്ള രീതിയിലാണ് ചെയ്തതെങ്കിൽ ഓക്കെ, അക്സെപ്റ്റ് ചെയ്യുന്നു. സോ നിങ്ങളിങ്ങനെയൊക്കെ പറ, എന്നാലല്ലേ നമുക്ക് കണ്ടന്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ശരിയെങ്കിൽ വീഡിയോ ഒരുപാട് നീണ്ടുപോയെന്ന് തോന്നുന്നു അല്ലേ, നമുക്ക് നേരെ പരിപാടി നിർത്താം. സോ ചാനൽ ഇഷ്ടപ്പെടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ. സോ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പം ശരി, ടാറ്റാ, ബൈ ബൈ.